മണിയൂർ ഗ്രാമപഞ്ചായത്ത് MCFI അജൈവ വസ്തു ശേഖരണ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഫെബ്രുവരി 14 മന്ത്രി MP രാജേഷ് നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വടകരയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വികസന പ്രവർത്തനങ്ങളാണ് മണിയൂർ ഗ്രാമപഞ്ചായത്തിൽ നടന്നുവരുന്നത് എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK അഷ്റഫ് പറഞ്ഞു. മണിയൂർ ഗ്രാമപഞ്ചായത്ത് അജൈവ മാലിന്യ സംസ്കരണത്തിന് വേണ്ടി കുറുന്തോടി കക്കോറമലയിൽ നിർമ്മിച്ച മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി ഉദ്ഘാടനം നാളെ വൈകിട്ട് 3 മണിക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് നിർവഹിക്കും. ബെയിലിംഗ് മെഷീൻ സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശിയും ഫെസിലിറ്റേഷൻ സെന്റർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KV റീനയും ഉദ്ഘാടനം നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ ജോയിന്റ് ഡയറക്ടർ നിഷ മോഹൻ, നവകേരള കർമ്മ പദ്ധതി ജില്ലാ കോർഡിനേറ്റർ P പ്രസാദ്, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS ഗൗതമൻ തുടങ്ങിയവർ പങ്കെടുക്കും. 4671 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയുള്ള കളക്ഷൻ ഫെസിലിറ്റി സെന്റർ, ശുചിത്വ മിഷൻ, ജില്ലാ പഞ്ചായത്ത് എന്നിവ അനുവദിച്ച 2 കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. 25 ടൺ കപ്പാസിറ്റിയുള്ള ബെയിലിംഗ് മെഷീൻ, മെസ്നൈൻ കൺവെയർ ബെൽറ്റ്, അജൈവ വസ്തുക്കളുടെ തരംതിരിക്കൽ പഠന കേന്ദ്രം, ഫെസിലിറ്റേഷൻ സെന്റർ, ഹരിത കർമ്മസേന അംഗങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രം, ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ MCFകളിലൊന്നാണിതെന്ന് പ്രസിഡന്റ് അഷ്റഫ് പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ K ശശിധരൻ, ഷൈനി VM, ഷൈജു പള്ളിപ്പറമ്പത്ത്, പ്രമോദ് കോണിച്ചേരി എന്നിവരും പങ്കെടുത്തു. മണിയൂർ ഗ്രാമപഞ്ചായത്ത് MCF മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റേഷൻ സെന്റർ ഈ 14-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് ബഹുമാന്യനായ തദ്ദേശ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് കുറുന്തോടിയിലെ കാക്കോറ മലയിൽ ഉദ്ഘാടനം ചെയ്തു. അതവസരത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ഒരു പ്രധാന ഉദ്യോഗസ്ഥർ, MLA അധ്യക്ഷൻ വഹിക്കും. ഇന്നുമൊട്ട് മാഷാണ് അധ്യക്ഷൻ. 4671 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ 941 പഞ്ചായത്തുകളിൽ പഞ്ചായത്ത് നിർമ്മിച്ച MCFകളിൽ ഏറ്റവും വലുതാണ്. ഈ അജൈവ മാലിന്യങ്ങൾ തരംതിരിക്കലും തിരിച്ചു കയറ്റിയാക്കലുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഒരു ശുചിത്വ പ്രഖ്യാപനം സംസ്ഥാന സർക്കാർ നടത്താനിരിക്കുകയാണ്. ഇങ്ങനെ ശുചിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. മണിയൂർ ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ ഒരുപാട് പദ്ധതികളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ച മാത്രമായി ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് ശുചിത്വത്തിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഇപ്പോൾ MCFന് മാത്രം 2 കോടി രൂപയോളം ചെലവ് വരും. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഇതിലൂടെ ഗ്രാമപഞ്ചായത്തിന്റെ മറ്റ് വികസന പ്രവർത്തനങ്ങളോടുകൂടി ഈ അവസരത്തിൽ ശ്രദ്ധപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. ടേക്ക് എ ബ്രേക്ക് ഇപ്പോൾ 1-2 മാസം ഉദ്ഘാടനം ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞാണ്. അതിനോടൊപ്പം സിനിമാ തിയേറ്റർ ഉണ്ട്, പിന്നെ താമസ സ്ഥലമുണ്ട്, 2-ാം നിലയിൽ വാനനിരീക്ഷണ കേന്ദ്രമുണ്ട്, ഗ്രൗണ്ട് ഫ്ലോറിൽ ഹോട്ടലും വിശ്രമ കേന്ദ്രവും മറ്റു പരിപാടികളുണ്ട്. അതുപോലെ ഈ ബഡ്സ് സ്കൂളിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. ജെൻഡർ പാർക്ക് സ്ത്രീകൾക്ക് മാത്രമുള്ള, അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസം പദ്ധതികൾ ഈ മാസം തന്നെ തറക്കല്ലിട്ട് പ്രവർത്തനമുണ്ട്. ഉയരെ കഴിഞ്ഞ 4 വർഷമായിട്ട് വളരെ വിജയകരമായി നടക്കുന്നുണ്ട്. റേസിംഗ് മണിയൂർ നല്ല നിലയിൽ മുന്നോട്ട് പോകും. ഓഫീസിന്റെ പ്രവർത്തനം എന്തായാലും കോഴിക്കോട് ജില്ലയിലെ മറ്റു ഓഫീസുകളില്ലാത്ത രൂപത്തിൽ ആധുനികവൽക്കരിച്ച് തന്നെ മുന്നോട്ട് പോകും. അതിദരിദ്ര പ്രഖ്യാപനം, അതിദരിദ്രമില്ലാത്ത പഞ്ചായത്ത്